പത്തനംതിട്ട ജില്ല സംസ്ഥാനത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ പത്തനംതിട്ടയെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നും കേരളത്തിൻ്റെ ആത്മീയ തലസ്ഥാനം എന്നും വിളിക്കാറുണ്ട്. തീർത്ഥാടന നഗരി എന്നറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ മാരാമൺ, ചെറുകോൽപ്പുഴ, മഞ്ഞനിക്കര ഉത്സവ ആഘോഷങ്ങളോടനുബന്ധിച്ച് KSRTC നടത്തിവരുന്ന സ്പെഷ്യൽ സർവീസുകളും പ്രവർത്തനങ്ങളും ഹൈന്ദവ ധർമ്മത്തിൻ്റെ മഹത്തായ സന്ദേശങ്ങൾ ശ്രവിച്ച് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തും വചനപ്രഭയുടെ ചൈതന്യ നിറവിൽ ക്രൈസ്തവ കൺവെൻഷനായ മാരാമൺ കൺവെൻഷനും മഞ്ഞനിക്കര ദയറയും പത്തനംതിട്ട ജില്ലയിലാണ് എല്ലാ വർഷവും ഫെബ്രുവരി മാസം ആഘോഷിക്കപ്പെട്ടു വരുന്നത്. ജാതിമത ഭേദമന്യേ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൃത്യതയോടുകൂടി എത്തിക്കുക എന്നതാണ് KSRTCയുടെ ദൗത്യം. പ്രത്യേകിച്ച് ഗണേഷ് കുമാർ മന്ത്രി, ഗതാഗത വകുപ്പിൻ്റെ മന്ത്രി ചെയ്തതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും നന്ദി ഈ അവസരം ഞാൻ അറിയിക്കുന്നു. 112ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് സനാതനധർമ്മത്തിൻ്റെ അകമ്പൊരുൾ വിളിച്ചോതി പമ്പ മണപ്പുറത്ത് 112ാമത് ചരിത്രപ്രസിദ്ധമായ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് പരിപാവനമായ പമ്പ മണപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിൽ ഫെബ്രുവരി 4-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നടക്കുകയുണ്ടായി. ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദി വാർഷിക പരിഷത്ത് എന്നതുകൂടിയാണ് 112ാമത് പരിഷത്തിന്റെ പ്രത്യേകത. ആയതിനാൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. ഇവിടെ എത്തുന്ന വിശ്വാസികൾക്കായി KSRTC കേരളത്തിന്റെ വിവിധ ഡിപ്പോകളിൽ നിന്നും സർവീസുകൾ ക്രമീകരിച്ചിരുന്നു. കൂടാതെ പത്തനംതിട്ടയിൽ നിന്നും തിരുവല്ലയിൽ നിന്നും 8 ബസ്സുകൾ വീതം സ്പെഷ്യൽ സർവീസുകളും തിരക്കനുസരിച്ച് ബസ്സുകൾ ക്രമീകരിക്കുകയും ശ്രീ വിദ്യാധിരാജ നഗറിൽ പമ്പയുടെ ഇരുകരകളിലുമായി താൽക്കാലിക സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും ഇൻസ്പെക്ടർമാരെയും സജ്ജീകരിച്ചതിലൂടെ വിശ്വാസികൾക്ക് സമ്മേളന നഗരിയിൽ എത്തിച്ചേരുന്നതിനും ആത്മീയ പ്രഭാഷണങ്ങളിലും സമ്മേളനങ്ങളിലും പങ്കെടുത്ത് തിരികെ പോകുന്നതിനും സാധിക്കുകയുണ്ടായി. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണ് ഫെബ്രുവരി 4 മുതൽ ഫെബ്രുവരി 11 വരെ ഈ ശ്രീ വിദ്യാധിരാജ നഗറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 111 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ ഉദ്ബോധനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തീർത്ഥപാദ സ്വാമികളുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച മഹാപ്രസ്ഥാനമാണ് ഇന്ന് വലിയ ഒരു ഹിന്ദുമത പരിഷത്തായിട്ട് നടന്നു വരുന്നത്. KSRTCയുടെ ഭാഗത്തു നിന്ന് മുൻകാലങ്ങളിലൊക്കെ നമുക്ക് നല്ല സഹകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത്തവണയും സാമാന്യം നന്നായിട്ട് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പുതിയ KSRTCയുടെ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ ബസ്സുകൾ അനുവദിച്ച് ഇതിനെ കൂടുതൽ ജനകീയമാക്കാനും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇതിന് യാത്രാ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രസ്ഥാനം കൂടുതൽ ഭംഗിയായിട്ട് വിജയിപ്പിക്കാനും അദ്ദേഹം NSSൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ്. അദ്ദേഹത്തിന് ഇതിനകത്ത് കൂടുതൽ ചുമതലകൾ വഹിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കൂടുതൽ സഹായങ്ങൾ കിട്ടുമെന്ന് നമ്മുടെ ഇവിടുത്തെ ഭരണസമിതി വളരെ ശക്തമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ആരംഭം നമുക്ക് ഈ വർഷം തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ ഭംഗിയാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. മഞ്ഞനിക്കര തീർത്ഥാടനം തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരിനടുത്ത് മഞ്ഞനിക്കരയിലെ കുന്നിൻ മുകളിലാണ് മഞ്ഞനിക്കര ദയാറ. മഞ്ഞനിക്കര ദയാറയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ മോറാൻ മോർ ഇഗ്നാത്തിയോസ് എലിയാസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ 92ാമത് ഓർമ്മ പെരുന്നാൾ ഫെബ്രുവരി 4 മുതൽ 10 വരെ ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കപ്പെടുകയുണ്ടായി. നാനാജാതി മതസ്ഥരായ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പെരുന്നാൾ ആഘോഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിനും നേർക്കാഴ്ചകളുടെ പെരുന്നാളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിനുമായി മഞ്ഞനിക്കരയിൽ എത്തിയിരുന്നത്. KSRTC വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിശ്വാസികളെ എത്തിക്കുന്നതിലേക്കായി സർവീസുകൾ ക്രമീകരിച്ചിരുന്നു. KSRTC പത്തനംതിട്ടയിൽ നിന്നും 20 സ്പെഷ്യൽ ബസ്സുകളാണ് മഞ്ഞനിക്കരയിൽ എത്തുന്ന വിശ്വാസികളെ എത്തിക്കുന്നതിനും കാൽനട തീർത്ഥാടകരായ ഭക്തരെ തിരികെ എത്തിക്കുന്നതിനുമായി ക്രമീകരിച്ചിരുന്നത്.
മഞ്ഞനിക്കരയിൽ ഒരു താൽക്കാലിക സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും ഭക്തരുടെ തിരക്കിനനുസരിച്ച് ഒരു ബുദ്ധിമുട്ടും വരുത്താതെ ആവശ്യത്തിന് ബസ്സുകളും ക്രമീകരിക്കുകയും ചെയ്തതിലൂടെ വിശ്വാസികൾക്ക് ഇവിടെ എത്തിച്ചേർന്ന് പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഏറെ അനുഗ്രഹമായി. പരിശുദ്ധനായ മോറാൻ മാർ ഇഗ്നാത്തിയോസ് ഏലിയാശ്രിതൻ പാത്രീർക്കീസ് ബാവായുടെ 92ാമത് ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം ഈ മഞ്ഞനിക്കര ദേറായിൽ ആചരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഇന്ത്യ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിൻ്റെ ക്ഷണപ്രകാരം മലങ്കര സഭയിലെ കക്ഷിവഴക്കിന് വിരാമം ഇടുവാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയതാണ്. 1931 ഇവിടെ എത്തുകയും പല സന്ധി സമാധാന ചർച്ചകൾക്ക് വേണ്ടി ഒരു വർഷക്കാലം ഈ മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം എഴുന്നള്ളുകയുമുണ്ടായി. ഈ പെരുന്നാളിൽ KSRTC ബസ്സുകൾ പ്രത്യേകമായിട്ട് സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം പല ഡിപ്പോകളിൽ നിന്നും മഞ്ഞനിക്കരയിലേക്ക് സ്പെഷ്യൽ സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. മഞ്ഞനിക്കരയുടെ സർവീസ് വളരെ ലാഭകരമാണെന്നുള്ളതായ കാര്യം കലക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ KSRTC അധികൃതർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് മറ്റുള്ളതായ സർവീസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മഞ്ഞനിക്കര സർവീസിന് നൽകണം എന്നുള്ളതായ കാര്യവും അവിടെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് പ്രത്യേകമായിട്ട് 20 ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു പല ഡിപ്പോകളിൽ നിന്നും മഞ്ഞനിക്കരയിലേക്ക് സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. മാരാമൺ കൺവെൻഷൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനായ മാരാമൺ കൺവെൻഷൻ ഫെബ്രുവരി 11 മുതൽ 18 വരെ കോഴഞ്ചേരിയിലെ പമ്പ മണപ്പുറത്ത് നടന്നു. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഒരാഴ്ചത്തെ ആത്മീയ അനുഭവത്തിനും വചന ശുശ്രൂഷകൾക്കുമായി 129ാമത് മാരാമൺ കൺവെൻഷന് പമ്പ മണപ്പുറത്ത് എത്തിച്ചേർന്നത്. KSRTC കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്കായി സർവീസുകൾ ക്രമീകരിച്ചിരുന്നു. കൂടാതെ പത്തനംതിട്ടയിൽ നിന്നും തിരുവല്ലയിൽ നിന്നും 10 ബസ്സുകൾ വീതവും തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതലായി സ്പെഷ്യൽ സർവീസുകളും ക്രമീകരിച്ചിരുന്നു. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന പമ്പ നദിയുടെ ഇരുകരയിലുമായി KSRTC താൽക്കാലിക സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും അവിടെ സ്റ്റേഷൻ മാസ്റ്ററും ഇൻസ്പെക്ടർമാരുടെയും സേവനവും ലഭ്യമാക്കിയത് യാത്രക്കാരായ വിശ്വാസികൾക്ക് ആശ്വാസകരമായി. മാരാമണ്ണിൻ്റെ സമീപ പ്രദേശങ്ങളായ കടവിൽ മാളിക, വാളക്കുഴി, കാരമല എന്നീ പ്രദേശങ്ങളിലേക്ക് സർവീസുകൾ ക്രമീകരിച്ചിരുന്നത് തദ്ദേശവാസികളായ വിശ്വാസികൾക്ക് കൺവെൻഷന് പങ്കെടുക്കുന്നതിന് വളരെ സഹായകരമായി. കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കൊമ്പാടിയിലേക്ക് മാരാമണ്ണിൽ നിന്ന് രാവിലെയും രാത്രി 10 മണിക്ക് ശേഷവും സർവീസുകൾ ക്രമീകരിച്ചിരുന്നത് കൊമ്പാടിയിലെ വിശ്വാസികൾക്കും ഏറെ അനുഗ്രഹമാവുകയും ഉണ്ടായി. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പേരിൽ KSRTCക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കഴിഞ്ഞ 8 ദിവസങ്ങളായി ഫെബ്രുവരി 11 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ സഭയുടെ മാരാമൺ കൺവെൻഷൻ പമ്പയുടെ മണൽത്തട്ടിൽ നടക്കുകയായിരുന്നു. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മാരാമൺ കൺവെൻഷനിൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളൊക്കെ എത്തിച്ചേരുകയും ഓൺലൈനിൽ കൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്ത ദിവസങ്ങളായിരുന്നു കൺവെൻഷൻ്റെ ദിവസങ്ങൾ. കൂടാതെ കൊമ്പാടിയിലും മറ്റും ഭാരതത്തിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്ക് താമസിക്കുന്നതിനായുള്ള സൗകര്യം ക്രമീകരിച്ചപ്പോൾ KSRTC എല്ലാ ദിവസവും വൈകിട്ട് അവിടേക്ക് പ്രത്യേക ബസ്സുകളൊക്കെ ഇട്ടത് മുഖാന്തരമായി 1-2 ബസ്സിൽ യാത്രക്കാർക്ക് കൊമ്പാടിയിൽ ചെന്നിറങ്ങുന്നതിനായിട്ടിടയായി. രാവിലെ 7:30 മുതൽ തിരികെ മാരാമണിലേക്ക് വരുന്നതിനുള്ള സംവിധാനവും KSRTC ചെയ്യുകയുണ്ടായി. പമ്പ മണപ്പുറത്തെ വിശ്വാസങ്ങളുടെ വിശാലമായ വചന കൂടാരം ഒരുക്കപ്പെടുന്നതിനും കാൽനട തീർത്ഥയാത്രയും എല്ലാം തന്നെ
പ്രകൃതിയോടുള്ള നല്ല ബന്ധത്തിനും മനുഷ്യരുടെ പരസ്പര സഹകരണത്തിനും വേണ്ടിയാണ്. ഈ സഹകരണങ്ങൾക്കായി KSRTC ഒരുക്കുന്ന ക്രമീകരണത്തിലൂടെ KSRTC എന്നും ജനങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരമാവുകയാണ്. KSRTC എന്നും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് സ്വന്തം.